ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമേഴ്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമിസ്റ്റർ ബികോമിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ അതിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി കഴിഞ്ഞ 3 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. അപ്പോൾ നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. പിന്നെ അതേപോലെ ഈ ഒരു കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റേഷൻ ഉള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് സെമിസ്റ്റർ ഡിഗ്രി എക്സാമിനേഷൻ നവംബർ 2021 ബികോമിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് നോക്കാം. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. സ്റ്റേറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ്. അപ്പോൾ ഈ ബൈബാക്ക് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മിനിമം ഒരു 3 പോയിൻ്റ് എങ്കിലും നിങ്ങൾ എഴുതണം. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടു റിട്ടേൺ ദി സർപ്ലസ് ഓഫ് ക്യാഷ് ടു ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ കമ്പനീൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, അത് ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അത് കൊടുക്കാനുള്ളൊരു മെത്തേഡായിട്ടാണ് ബൈബാക്കിനെ കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ഉള്ളൊരു കമ്പനിയാണ്, കമ്പനിയുടെ കയ്യിൽ അത്യാവശ്യം ലിക്വിഡ് മണി ഉണ്ട്. അപ്പോൾ കമ്പനി എന്ത് ചെയ്യുന്നു, ബൈബാക്ക് ചെയ്യുകയാണ്. ഓൾറെഡി ഉള്ള ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ചിലപ്പോൾ കൂടുതലും ബൈബാക്ക് ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടുതൽ വാല്യൂവിൽ, എത്രയാണോ വാല്യൂ, മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കൂടുതൽ വാല്യൂവിൽ എന്ത് ചെയ്യും, ഷെയർ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് വാങ്ങും. ഓക്കെ, ബൈബാക്ക് ചെയ്യും. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും, കമ്പനിയുടെ കയ്യിലുള്ള സർപ്ലസ് ക്യാഷ് എന്ത് ചെയ്യും, ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാനൊരു മെത്തേഡായിട്ടാണ് ഈ ഒരു ബൈബാക്കിനെ കാണുന്നത്. പിന്നെ പറയുന്നത് ടു ഇൻക്രീസ് ദ EPS, ഏർണിംഗ് പെർ ഷെയർ കൂട്ടാനാണ്. അപ്പോൾ ബൈബാക്ക് ചെയ്യുന്നതിലൂടെ ഷെയർസിൻ്റെ എണ്ണം കുറയും അല്ലേ, നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കുറയാണ്. ബൈബാക്ക് എന്ന് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കമ്പനി ഷെയർ വാങ്ങുകയാണ്. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് എന്ത് ചെയ്യും, കുറയും. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് കുറയുമ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ടും EPS കൂടും. പിന്നെ അതേപോലെ ടു ഇംപ്രൂവ് ദ ഫിനാൻഷ്യൽ ഹെൽത്ത്, കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് EPS കൂടിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് മെച്ചപ്പെടും. ദെൻ ഇൻക്രീസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഷെയർസ്. അപ്പോൾ EPS കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മെൻഷൻ ദ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ബൈബാക്ക് ഓഫ് ഷെയർസ്. അപ്പോൾ ബൈബാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ബൈബാക്ക് ചെയ്യുന്നതിലൂടെ കമ്പനിയുടെ സ്റ്റോക്ക് അണ്ടർ വാല്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഇറ്റ് മേ ബി യൂസ്ഡ് ആസ് എ ടൂൾ ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ്. ഇൻസൈഡർ ട്രേഡിങ്ങിന് ഒരു ചാൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബാക്ക് ചെയ്യുന്നത് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് അറിയണമെന്നുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് അത് അതിൽ ഇൻസൈഡർ ട്രേഡിങ് നടത്താനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ ഇറ്റ് മേ ബി യൂസ്ഡ് ഫോർ മാനിപ്പുലേറ്റിംഗ് ദി പ്രൈസസ് ഓഫ് ദി ഷെയർസ്. ഷെയറിൻ്റെ പ്രൈസസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ടോ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു മെത്തേഡായിട്ട് ചിലപ്പോൾ ബൈബാക്കിനെ പല കമ്പനികളും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ബോണസ് ഷെയർ? എന്താണ് ബോണസ് ഷെയർ? ബോണസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണസ് ഷെയർസ് ആർ ദോസ് ഷെയർസ് വിച്ച് ആർ ഇഷ്യൂഡ് ബൈ എ കമ്പനി ഫ്രീ ഓഫ് കോസ്റ്റ്. ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്, ഫ്രീ ഓഫ് കോസ്റ്റിൽ, ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ടു ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ കമ്പനി ഔട്ട് ഓഫ് ഇറ്റ്സ് ലാർജ് റിസർവ്സ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് പാസ്റ്റ് പ്രോഫിറ്റ്. അപ്പോൾ കമ്പനിയുടെ കയ്യിൽ ഒരു അത്യാവശ്യം കഴിഞ്ഞ വർഷങ്ങളിലുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ റിസർവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും എക്സിസ്റ്റിംഗ് ആയിട്ട് അവരുടെ ഓൾറെഡി ഉള്ള ഷെയർസിന് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക, ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ബോണസ് ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ബോണസ് ഷെയർ എന്ന് പറയുമ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഷെയറിനെയാണ് നമ്മൾ ബോണസ് ഷെയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെൻഷൻ ദ സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ബോണസ് ഷെയർ കനോട്ട് ബി ഇഷ്യൂഡ്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ഇഫ് സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എക്സീഡ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് എത്രയായിരിക്കണം, ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉള്ള അത്രയേ പാടുള്ളൂ. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉള്ള സമയത്ത് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. The next, bonus share can be issued only as addition or extra dividend as not an irregular dividend. അപ്പോൾ ബോണസ് ഇഷ്യൂ ചെയ്യുന്നത് ഒരു അഡീഷണൽ അല്ലെങ്കിൽ എക്സ്ട്രാ ഡിവിഡൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കമ്പനിയുടെ കയ്യിൽ മതിയായിട്ടുള്ള ക്യാഷ്, ലിക്വിഡ് ക്യാഷ് ഇല്ല എങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യും, അവരുടെ ഡിവിഡൻറ്റ് കൊടുക്കുന്നതിന് പകരം അപ്പോൾ ഒരു ഷെയർ എന്ത് ചെയ്യുന്നു, ഇഷ്യൂ ചെയ്യുന്നു, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ അവർക്കും ഓൾറെഡി എന്ത് ചെയ്യും, ഡിവിഡൻറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഷെയർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഷെയർ കിട്ടുമ്പോൾ അത് ബെനിഫിറ്റ് തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ എക്സ്ട്രാ ഡിവിഡൻറ്റോ അഡീഷണൽ ഡിവിഡൻറ്റോ ആയിട്ടൊക്കെ എന്ത് ചെയ്യാം, പക്ഷേ റെഗുലർ ഡിവിഡൻ്റ് ആയിട്ട് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർ ടു ദി കമ്പനി. അപ്പോൾ ഒരു ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് കമ്പനിയുടെ അഡ്വാൻറ്റേജ് എന്താണ്? അപ്പോൾ ബോണസ് ഷെയറിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം ഇതിൻ്റെ ആൻസർ.
അപ്പോൾ എന്താണ് ബോണസ് ഷെയർ എന്നുള്ളത് നമുക്ക് പഠിച്ചതാണ് അല്ലേ. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ഓഫ് കോസ്റ്റിൽ കൊടുക്കുന്നതാണ് എന്ത് ബോണസ് ഷെയർ. അങ്ങനെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്? അപ്പോൾ അവിടെ പറഞ്ഞത് ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് അഡീഷണൽ ഷെയർ വിത്തൗട്ട് പേയിങ് ക്യാഷ് ഫോർ ഇറ്റ്. പാർട്ലി പെയ്ഡ് ഷെയർ ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ഫുള്ളി പെയ്ഡ് വിത്തൗട്ട് ഗിവിങ് ക്യാഷ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്യാഷ് ഒന്നും കൊടുക്കാതെ ഒരു ഷെയർ എന്ത് ചെയ്യുന്നത് കിട്ടുകയാണ്, അഡീഷണൽ ഷെയർ കിട്ടുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ 10 രൂപേൻ്റെ ഷെയർ 7 രൂപയാണ് പേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി 3 രൂപ പേ ചെയ്യാതെ തന്നെ ഫുള്ളി കൺവേർട്ടായിട്ട് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ ബോണസ് ഷെയർ കിട്ടും. അപ്പോൾ കമ്പനി ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നു, അങ്ങനെ ഷെയർ കിട്ടുന്നു. പിന്നെ അതുപോലെ നോ ടാക്സ് ഈസ് ടു ബി പെയ്ഡ് ഓൺ ദി ബോണസ് ഷെയർ റിസീവ്ഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അത് ഷെയർസിൻ്റെ ലിക്വിഡിറ്റി എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ റൈറ്റ് ഷെയർസ്. എന്താണ് റൈറ്റ് ഷെയർസ്? റൈറ്റ് ഷെയർസിൻ്റെ മീനിങ് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 62 സബ്സെക്ഷൻ 1 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013, വെൻ ദ കമ്പനി വാണ്ട്സ് ടു ഇൻക്രീസ് ദ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കമ്പനിക്ക് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യണം, അത് വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, by issuing further shares, such shares must be issued first of all existing shareholders in proportion of their existing shareholding. These shares are called right shares. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഓൾറെഡി ഇപ്പോൾ ഉള്ള സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ കൂട്ടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമ്പനി അത് എങ്ങനെ കൂട്ടുന്നത്, പുതിയതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ് കൂട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ കമ്പനി ആദ്യം എന്ത് ചെയ്യണം, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, ഓൾറെഡി ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് അത് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ആ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റിനെയാണ്, അത് ഇഷ്യൂ ചെയ്യാനുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റിനെയാണ് നമ്മൾ റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. കമ്പനി പുതുതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അവിടെയുള്ള ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ആദ്യം ഇഷ്യൂ ചെയ്യാം. ഓക്കെ, എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, പുറത്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ, വാട്ട് ഡു മീൻ ബൈ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ? സിമ്പിൾ ക്വസ്റ്റൻ ആണ്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ മീൻസ് റീപേയ്മെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ടു ദി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അവർക്ക് എന്ത് ചെയ്യുന്നു, അവിടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എന്ത് ചെയ്യുന്നു, തിരിച്ച് കൊടുക്കുന്നു അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് നമ്മൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനി എന്ത് ചെയ്യുന്നു, ക്യാഷ് മേടിക്കുന്നു. ഇനി അത് റിഡംഷൻ ചെയ്യാൻ തിരിച്ചു കൊടുക്കുകയാണ് കമ്പനി. ആ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അവർ വാങ്ങിയ ക്യാഷ് എന്ത് ചെയ്യുന്നു, തിരിച്ചു കൊടുക്കുന്നു. അതിനെയാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ നോൺ ബാങ്കിങ് അസറ്റ്? എന്താണ് നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോൺ ബാങ്കിങ് അസറ്റ് ആർ അസറ്റ് അക്യൂർ ഇൻ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ക്ലെയിം. അപ്പോൾ ക്ലെയിം സാറ്റിസ്ഫാക്ഷൻ ചെയ്യാൻ വേണ്ടി അക്യൂർ ചെയ്തിട്ടുള്ള ക്യാപിറ്റലിനെയാണ് നോൺ ബാങ്കിങ് അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. സപ്പോസ് ഇപ്പോൾ ഒരാൾ ലോൺ എടുത്തു, അപ്പോൾ ലോൺ എടുത്തിട്ട് അയാളുടെ കയ്യിൽ നിന്നും ആ ലോൺ എമൗണ്ട് തിരിച്ച് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ, ഒരു സ്ഥലം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആധാരം വെച്ചിട്ടാവും ലോൺ എടുക്കുക അല്ലേ. അപ്പോൾ ഈ ലോണ് തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യും, ഇത് ജപ്തി ചെയ്യും ഈ ഒരു ലാൻഡ് അല്ലേ. അതിനെയാണ് അസറ്റ് അല്ലെങ്കിൽ നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലെയിം സാറ്റിസ്ഫാക്ഷൻ ഓഫ് ക്ലെയിം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഇതാക്കാൻ വേണ്ടിയിട്ട് അക്യൂർ ചെയ്തിട്ടുള്ള അസറ്റിനെയാണ് നമ്മൾ നോൺ ബാങ്കിങ് അസറ്റ് എന്ന്. ഇപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ എടുക്കുന്നു, കാറൊക്കെ എടുക്കുന്നു. കാർ എടുക്കുമ്പോൾ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ കാർ എന്ത് ചെയ്യും, ബാങ്കുകാർ എടുത്തുകൊണ്ടോ. അപ്പോൾ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ആ കാർ എന്തായി, നോൺ ബാങ്കിങ് അസറ്റാണ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് യു മീൻ ബൈ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്? എന്താണ് റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദി എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് പ്രൊപ്പോർഷനേറ്റ് ടു ദി പീരീഡ് ദാറ്റ് ഫാൾസ് ഇൻ ദി സബ്സീക്വൻറ്റ് ഇയേഴ്സ് ആർ ടേംഡ് ആസ് എ അൺഏൺഡ് ഡിസ്കൗണ്ട് ഓർ അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ട് ഓർ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ എന്താണ് ബിൽ ഡിസ്കൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ബില്ല് ബാങ്ക് ഡിസ്കൗണ്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ബിൽ ഡിസ്കൗണ്ട് എന്ന് പറയാം. അപ്പോൾ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ ചിലപ്പോൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലത് ഈ ഇയറിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അൺഏൺഡ് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ അൺഎക്സ്പയർഡ് ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുള്ള തന്നെയാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോർപ്പറേറ്റ് അക്കൗണ്ടിൻ്റെ ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നില്ല. ആ ടോപ്പിക്ക് പഠിച്ചവർക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലൈഫ് ഫണ്ട്? ഇപ്പോൾ ലൈഫ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് അക്യുമുലേറ്റഡ് സർപ്ലസ് ഓഫ് എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ക്രിയേറ്റഡ് ടിൽ ആക്ച്വൽ പ്രോഫിറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ആഫ്റ്റർ ആക്ച്വറിയൽ വാല്യുവേഷൻ. ആക്ച്വറിയൽ വാല്യുവേഷന് ശേഷം ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ അക്യുമുലേറ്റഡ് സർപ്ലസിനെയാണ് നമ്മൾ ഈ ലൈഫ് ഫണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് റിവേർഷണറി ബോണസ്? അപ്പോൾ ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് പ്രോഫിറ്റ് പേയബിൾ ആസ് എ ബോണസ് ടു പോളിസി ഹോൾഡേഴ്സ് ഓൺലി അറ്റ് ദി ടൈം ഓഫ് മെച്യൂരിറ്റി ഓഫ് ദി പോളിസി. അപ്പോൾ അത് ഇൻഷുറൻസിൽ
നമ്മൾ ആ ഒരു പോളിസിയുടെ മെച്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെച്യൂരിറ്റി പറഞ്ഞാൽ നമ്മൾ പോളിസി അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെച്യൂരിറ്റി ആകും. ഓക്കെ, അപ്പോൾ മെച്യൂരിറ്റിയുടെ ടൈമിൽ പോളിസി ഹോൾഡേഴ്സിന് പ്രോഫിറ്റായിട്ട് ഒരു ചെറിയ പ്രൊപ്പോർഷന് പോളിസി ഹോൾഡേഴ്സിന് പേ ചെയ്യും. അതിനെയാണ് റിവേഴ്ഷണറി ബോണസ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ്? Non-controlling interest, also known as minority interest, is an ownership position wherein a shareholders own less than 50% of outstanding shares has no control over decision. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ 50% കുറവുള്ള ഷെയർസിനെയാണ് നമ്മൾ ഈ മൈനോറിറ്റി ഷെയർസ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് ഓണർഷിപ്പ് പൊസിഷൻ. അവരും ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ്, അവരും ഓണേഴ്സ് തന്നെയാണ്. പക്ഷേ അവർ ലെസ് ദാൻ 50% ഷെയർസാണ് അവരുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തില്ല, ആ കമ്പനിയുടെ ഡിസിഷൻ മേക്കിങ്ങിൽ വലിയ റോളൊന്നുമില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കമ്പനിയുടെ ഒരു എ ലിമിറ്റഡും അതേപോലെ ഒരു എക്സ് ലിമിറ്റഡും ഉണ്ട്. അപ്പോൾ ഈ എ ലിമിറ്റഡ് എന്ത് ചെയ്തു, എക്സ് ലിമിറ്റഡിൻ്റെ വാങ്ങി. എക്സ് ലിമിറ്റഡിൻ്റെ 80% ഷെയറും വാങ്ങി. ഓക്കെ, 80% ഷെയർ ആര് വാങ്ങി? എ വാങ്ങി. അപ്പോൾ ബാക്കി 20% ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ 80% എ വാങ്ങിയപ്പോൾ ഇതിൻ്റെ കൺട്രോൾ ആരേക്ക് പോയി? എക്ക് പോയി. പിന്നെ എ എന്താണോ പറഞ്ഞത് അത് എന്ത് ചെയ്യണം? അത് കേൾക്കണം. അപ്പോൾ ഇവർക്ക് ഒരു റോൾ ഇല്ലാത്ത ഒരു 20% ആൾക്കാരുണ്ട്. അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്നൊക്കെ വിളിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് നെഗറ്റീവ് ഗുഡ് വിൽ? എന്താണ് നെഗറ്റീവ് ഗുഡ് വില്ല്? നെഗറ്റീവ് ഗുഡ് വിൽ is the term that refers the bargaining purchase of amount of money paid. Bargaining purchase അല്ലെങ്കിൽ നെഗറ്റീവ് ഗുഡ് വിൽ എന്നൊക്കെ പറഞ്ഞത് ഒന്ന് തന്നെയാണ്. അപ്പോൾ when a company acquired another company, അപ്പോൾ ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ വാങ്ങിച്ചു, അക്വയർ ചെയ്തു, or its asset for significantly less than the fair market value, എന്ന് വെച്ചാൽ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കുറവിലാണ് ആ കമ്പനിയെ വാങ്ങിയിട്ടുള്ളത് എങ്കിൽ അതിനാണ് നെഗറ്റീവ് ഗുഡ് വിൽ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു എ ബി സി ലിമിറ്റഡ്, ആ എ ബി സി ലിമിറ്റഡിൻ്റെ നെറ്റ് അസറ്റ് ഒരു 50 ലക്ഷമാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ 50 ലക്ഷം ഉണ്ട് അതിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ. അസറ്റിൻ്റെ ഇതൊക്കെ കൂടിയിട്ട് നോക്കുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ എത്ര ഉണ്ട്? 50 ലക്ഷം ഉണ്ട്. അപ്പോൾ ഒരു എക്സ് വൈ സെഡ് കമ്പനി ഇതിൻ്റെ ഷെയർ വാങ്ങുകയാണ് അല്ലെങ്കിൽ ഈ കമ്പനിയെ വാങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ അസറ്റും ഇതൊക്കെ നോക്കി, അപ്പോൾ 50 ലക്ഷമാണ്, പക്ഷേ 50 ലക്ഷം എന്ന് കൊടുക്കാൻ 45 ലക്ഷത്തിനാണെന്നുണ്ടെങ്കിൽ വാങ്ങാൻ റെഡിയാണ്. അപ്പോൾ 45 ലക്ഷത്തിന് ഈ എ ബി സി എന്ന കമ്പനിയുടെ ഷെയർ വാങ്ങി വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിനേക്കാൾ കുറവിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 5 ലക്ഷത്തെയാണ് നെഗറ്റീവ് ഗുഡ് വില്ല് അല്ലെങ്കിൽ ഗെയിൻ ഫ്രം ബാർഗെയിനിങ് പർച്ചേസ് എന്ന് പറയുന്നത്. ഇനി 50 ലക്ഷത്തിന് വാല്യൂ ഉള്ള ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ നെറ്റ് അസറ്റ് വാങ്ങിയത് 60 ലക്ഷത്തിനാണ്, ആ ബിസിനസ് വാങ്ങുന്നത് 60 ലക്ഷത്തിനാണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം എന്താണ്? ഗുഡ് വില്ലാണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡൈലൂട്ടഡ് ഇ പി എസ്? എന്താണ് ഡൈലൂട്ടഡ് ഇ പി എസ്? ഡൈലൂട്ടഡ് ഇ പി എസ് അഥവാ ഡൈലൂട്ടഡ് ഏർണിംഗ് പെർ ഷെയർ കാൽക്കുലേറ്റഡ് എ കമ്പനീസ് ഏർണിംഗ് പെർ ഷെയർ. കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് കമ്പനിയുടെ ഏർണിംഗ് പെർ ഷെയർ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇഫ് ഓൾ കൺവെർട്ടബിൾ സെക്യൂരിറ്റീസ് ഓർ പൊട്ടൻഷ്യൽ ഇക്വിറ്റി ഷെയർസ് ആർ കൺവെർട്ടഡ്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൺവെർട്ടഡ് ഡിബെഞ്ചറോ അല്ലെങ്കിൽ കൺവെർട്ടഡ് പ്രിഫറൻസ് ഷെയർ ഒക്കെ ഉണ്ടാവും. ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഇക്വിറ്റി ഷെയർ ആയിട്ടൊക്കെ കൺവെർട്ട് ചെയ്യാൻ പോകുന്ന അങ്ങനെ കൺവെർട്ടബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസ്. അപ്പോൾ അങ്ങനെ കൺവെർട്ടബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസിനെയും കൂടി കൺസിഡർ ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇ പി എസിനെയാണ് ഡൈലൂട്ടഡ് ഇ പി എസ് എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് യു മീൻ ബൈ ഹോൾഡിംഗ് കമ്പനി? എന്താണ് ഹോൾഡിംഗ് കമ്പനി? ഹോൾഡിംഗ് കമ്പനി ഈസ് എ സിംഗിൾ കമ്പനി that has controlling interest in another companies or company called ഹോൾഡിംഗ് കമ്പനി. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയിൽ കൺട്രോളിംഗ് ഉണ്ട് എങ്കിൽ അതിനെയാണ് നമ്മൾ ഹോൾഡിംഗ് കമ്പനി എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു എ ലിമിറ്റഡ് ആരെ വാങ്ങി? എക്സ് വൈ സെഡ് എക്സ് ലിമിറ്റഡിനെ വാങ്ങി. അപ്പോൾ എ ലിമിറ്റഡ് എക്സ് ലിമിറ്റഡിനെ വാങ്ങി. ഓക്കെ, അപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ 80% ഷെയർ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്കാകും എന്തിലുള്ള കൺട്രോൾ? എക്സ് ലിമിറ്റഡിലുള്ള കൺട്രോൾ ആർക്കാണ്? എക്കാണ്. അപ്പോൾ എ ആണ് നമ്മളെ ഹോൾഡിംഗ് കമ്പനി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹോൾഡിംഗ് കമ്പനി ഈസ് എ സിംഗിൾ കമ്പനി ദാറ്റ് ഹാസ് കൺട്രോളിംഗ് ഇൻട്രസ്റ്റ് ഇൻ അനദർ കമ്പനി ഈസ് കോൾഡ് ഹോൾഡിംഗ് കമ്പനി. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് പാരഗ്രാഫാണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നോക്കാം. ഇവിടെ നമ്മളോട് ജാലൻട്രീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നോക്കാം. ഫോളോയിങ് ആർ ദി എക്സ്ട്രാക്ട് ഫ്രം ദി ഡ്രാഫ്റ്റ് ബാലൻസ് ഷീറ്റ് ഓഫ് RAM ലിമിറ്റഡ്. As on 31st March 2018, authorized capital 2 lakh, equity shares 20 lakh, issued and subscribed capital 50,000 equity shares of rupees 10 each. അങ്ങനെ
സബ്സ്ക്രൈബ് ക്യാപിറ്റൽ 5 lakh ആണ്. റിസർവ് ഫണ്ട് 1 lakh, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 80,000. എ റെസൊല്യൂഷൻ വാസ് ഡിക്ലയർഡ് ദാറ്റ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർ ഓഫ് 20% ഓഫ് ഇക്വിറ്റി ഷെയർസ് ടു ബി പ്രൊവൈഡ് ഹാസ് ടു 60% ഔട്ട് ഓഫ് പ്രോഫിറ്റ്. എന്താ പറയുക, ടു ബി പ്രൊവൈഡ് ആസ് ടു ₹60,000 ഔട്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് 40,000 ഔട്ട് ഓഫ് റിസർവ് ഫണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് 60,000, റിസർവ് ഫണ്ടിൽ നിന്ന് 40,000 എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. ബോണസ് ഷെയർ വേർ ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ ഇഷ്യൂയിങ് ഫുള്ളി പെയ്ഡ് ഇക്വിറ്റി ഷെയർസ്, റൈറ്റ് ജേണൽ എൻട്രീസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണ്. ഇവിടെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് 20% ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസിൽ 20% ആണ്. അപ്പോൾ നോക്കുക, മൊത്തം ഇക്വിറ്റി ഷെയർസ് എത്രയാണ്? 50,000 ആണ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ 50,000ൻ്റെ 20% എന്ന് പറയുമ്പോൾ എത്ര വരുന്നു? 10,000 ഷെയർസ് വരുന്നു. അപ്പോൾ ഒരു ഷെയറിൻ്റെ വാല്യൂ എത്രയാണ്? 10 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ വേണ്ടി വരും ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ? 1 lakh വേണ്ടി വരും. 10,000 × 10. ഓക്കെ, അപ്പോൾ ഇത് എവിടെ നിന്നാണ് എടുക്കുന്നത്? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഔട്ട് ഓഫ് ഫ്രീ റിസർവ്സ് അല്ലേ. ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എത്രയാണ്? 60,000. അതേപോലെ റിസർവ് ഫണ്ടിൽ നിന്ന് 40,000. അങ്ങനെ ടോട്ടൽ ടു ആർക്കാണ്? ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിലേക്ക് 1 lakh. ഓക്കെ, അപ്പോൾ എൻട്രി എന്ത് വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, റിസർവ് ഫണ്ട് അക്കൗണ്ട് അപ് ടു ബോണസ് ഷെയർ ഹോൾഡേഴ്സ്. ഇനി ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ അവർക്ക് ഈ ഇക്വിറ്റി ഷെയർ ബോണസ് ആയിട്ട് കൊടുക്കുമ്പോൾ എൻട്രി എന്ത് വരും? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 1 lakh. ഓക്കെ, അതപ്പോൾ അതാണ് അതിൻ്റെ ജേണൽ എൻട്രി വരിക. ഓക്കെ, അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ എഴുതിയെടുത്താൽ മതി. 2 എൻട്രി വരും: പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ജനറൽ റിസർവ്സ് അക്കൗണ്ട് ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ്, അതേപോലെ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ഇനി അടുത്തത് ഒരു വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. എക്സ് ലിമിറ്റഡ് ഡിസൈഡ് ടു മേക്ക് എ റൈറ്റ് ഇഷ്യൂ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ റൈറ്റ് ഇഷ്യൂ ചെയ്യണം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ഓഫ് 4 ഷെയർസ് ഓഫ് എവരി 3 ഷെയർ ഓഫ് എവരി 4 ഷെയർ ഹോൾഡർ. 4 ഷെയർ ഉള്ളവർക്ക് എത്ര ഷെയർ കൊടുക്കുന്നു? 3 ഷെയർ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇഷ്യൂ പ്രൈസ് തന്നിട്ടുണ്ട് 150, മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുള്ളത് 200 ആണ്. ഓക്കെ, അപ്പോൾ വാല്യൂ ഓഫ് റൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല: വാല്യൂ ഓഫ് റൈറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂ ഓർ റൈറ്റ് ഷെയർസ് ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് മൈനസ് ഇഷ്യൂ പ്രൈസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ഷെയർസ്. അപ്പോൾ ഇവിടെ എത്ര ഷെയറാണ് ഇഷ്യൂ ചെയ്യുന്നത്? 4 ഷെയർ ഉള്ളവർക്ക് 3 ഷെയറാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ന്യൂ ഷെയർസ് അപ്പോൾ 3 ആണ്. ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് പറഞ്ഞിട്ടുള്ളത് 200 ആണ്, മൈനസ് ഇഷ്യൂ പ്രൈസ് 150 രൂപയാണ് ക്വസ്റ്റിൽ തന്നിട്ടുള്ളത്, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓൾ ഷെയർസ്. അപ്പോൾ അത് ഫ്രഷ് ഷെയറും എക്സിസ്റ്റിംഗ് ഷെയർസും. അപ്പോൾ 4 ഷെയർ ഉള്ളവർക്ക് എത്ര? 3. അപ്പോൾ ടോട്ടൽ 7 അല്ലേ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഓഫ് റേറ്റ് എത്ര കിട്ടും? 21.43. ഇതാണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എക്സ്പ്ലെയിൻ ദ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ബൈ സിങ്കിങ് ഫണ്ട് മെത്തേഡ്. അപ്പോൾ സിങ്കിങ് ഫണ്ട് മെത്തേഡ് പ്രകാരമുള്ള റിഡംഷൻ ഓഫ് ഡിബഞ്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അണ്ടർ ദിസ് മെത്തേഡ് ഓഫ് റിഡംഷൻ, അപ്പോൾ ഒരു ഡിബഞ്ചർ റിഡീം ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് സിങ്കിങ് ഫണ്ട്. അപ്പോൾ അതിൽ ഈ മെത്തേഡ് പ്രകാരം എവരി ഇയർ പാർട്ട് ഓഫ് പ്രോഫിറ്റ്, ഓരോ വർഷവും പ്രോഫിറ്റിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഈ സെറ്റ് അസൈഡ്, അത് മാറ്റി വെക്കുന്നു. ആൻഡ് സിങ്കിങ് ഫണ്ട്, അപ്പോൾ ഇത് ഒരു സിങ്കിങ് ഫണ്ടായിട്ട് അത് ക്രിയേറ്റ് ചെയ്യുന്നു. സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഔട്ട്സൈഡ് സെക്യൂരിറ്റീസ്. അപ്പോൾ സെക്യൂരിറ്റീസ് എന്ന് വെച്ചാൽ കമ്പനിക്ക് പുറത്തായിട്ടാണ് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്താണ്? കമ്പനിയിലല്ല, കമ്പനിയിൽ ഔട്ട്സൈഡിൽ ഏതെങ്കിലും സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയർ എൻഡിൽ എന്ത് ചെയ്യുന്നു? ഇൻട്രസ്റ്റ് കിട്ടുന്നു. ദ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് അലോങ് വിത്ത് ദി എമൗണ്ട് സെറ്റ് അസൈഡ് ഫ്രം ദി പ്രോഫിറ്റ് വിൽ അഗെയിൻ ഇൻവെസ്റ്റഡ് ആസ് യൂഷ്വൽ അല്ലേ. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റും വീണ്ടും നമ്മൾ ആ ഒരു എമൗണ്ട് വീണ്ടും എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇറ്റ് കണ്ടിന്യൂ, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു ടിൽ ദ റിഡംഷൻ ഡേറ്റ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ. ഓക്കെ, അതാ ഡിബഞ്ചർ റിഡീം ചെയ്യുന്നത് വരെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. ദ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ബി സോൾഡ് ആൻഡ് ദ ക്യാഷ് റിയലൈസ്ഡ് വിൽ ബി യൂസ്ഡ് ടു റീപേ ദ ഡിബഞ്ചർ. ആ മെച്യൂരിറ്റി അല്ലെങ്കിൽ നമ്മൾ ആ ഇയർ എൻഡിൽ മൊത്തം വർഷം ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻട്രസ്റ്റും പിന്നെ ആ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം കൂടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇയർ എൻഡിൽ എന്ത് ചെയ്യുന്നു? ടോട്ടൽ 4 വർഷത്തേക്ക് അല്ലെങ്കിൽ 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമെങ്കിൽ അത് 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ക്യാഷ് കിട്ടും. അണ്ടർ ദിസ് മെത്തേഡ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ആൻഡ് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വിൽ ബി ഓപ്പൺ. ആഫ്റ്റർ ദ റിഡംഷൻ ദ ബാലൻസ് ഓഫ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് എക്സ് ലിമിറ്റഡ് ഈസ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 lakh ഡിവൈഡ് ഇൻറ്റു ഷെയർസ് ഓഫ് ₹10 each ഫുള്ളി പെയ്ഡ്. അത് റീസോൾവ് ദ ക്യാപിറ്റലൈസ് ഓഫ് 80,000 ഓഫ് അക്യുമുലേറ്റഡ് റിസർവ്സ് ആൻഡ് 1,25,000 ബൈ ഇഷ്യൂയിങ് ബോണസ് ഷെയർ ഓഫ് ₹10 each ഫുള്ളി പെയ്ഡ്.
അപ്പോൾ ഈ എന്താ പറയുക ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണ്. അപ്പോൾ മൊത്തം എത്രയുണ്ട്? അക്യുമുലേറ്റഡ് റിസർവ്സ് 1,85,000. അതിൽ നിന്ന് 80,000 വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ജാലണ്ടറി എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ റിസർവ്സിൽ നിന്ന് എടുക്കുന്നു. റിസർവ്സ് അക്കൗണ്ട് ടു ബോണസ് ഷെയർ ഹോൾഡേഴ്സ് 80,000. ദെൻ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ 80,000. സിമ്പിളാണ്, നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ജാലണ്ടറി വരുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യന് 20ാമത്തെ ക്വസ്റ്റ്യൻ. ദ ലൈഫ് ഫണ്ട് ഓഫ് എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി വാസ് 86,48,000. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? അതിൻ്റെ വാല്യുവേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ലൈഫ് ഫണ്ട് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ലൈഫ് ഫണ്ട് എത്രയാണ്? 86,48,000. പിന്നെ ഇൻ്ററിം ബോണസ് ഇൻ്റർ വാല്യൂഷൻ പീരീഡിൽ 1,48,000. പീരിയോഡിക്കൽ ആക്ച്വറിയൽ വാല്യൂഷൻ ഡിറ്റർമൈൻഡ് നെറ്റ് ലാബിലിറ്റി 74,25,000. പിന്നെ ബ്രോഡ് ഫോർവേഡ് ആയിട്ടുള്ള സർപ്ലസ് പ്രീവിയസ് വാല്യൂഷനിൽ 8,80,000. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് എന്താണ് വാല്യൂഷൻ ഓഫ് ബാലൻസ് ഷീറ്റും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ വാല്യൂഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ ഇവിടെ ലൈഫ് ഫണ്ട് ബാലൻസ് ഷീറ്റ് എല്ലാവർക്കും തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രകാരം ലൈഫ് ഫണ്ട് 86,48,000 ആണ്. പിന്നെ നെറ്റ് ലാബിലിറ്റി ആസ് പെർ ആക്ച്വറിയൽ വാല്യുവേഷൻ. അപ്പോൾ അത് പ്രകാരം എത്രയാണ്? 74,25,000 ആണ്. ഇത് 2 ക്വസ്റ്റ്യനിലാണ്. അപ്പോൾ സർപ്ലസ് 12,23,000 ആണ് സർപ്ലസ് കിട്ടിയിട്ടുള്ളത്. ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ നമുക്ക് സർപ്ലസ് കിട്ടിയിട്ടുണ്ട്. സർപ്ലസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ വാല്യുവേഷൻ പീരീഡിലുള്ള നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സർപ്ലസ് 12,23,000 ആണ്. അതിൻ്റെ ഇൻ്ററിം ബോണസ് എന്ത് ചെയ്യുന്നുണ്ട്? പോളിസി ഹോൾഡേഴ്സിന് കൊടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്യുക 1,48,000. പിന്നെ അതിൽ നിന്ന് സർപ്ലസ് ബ്രോഡ് ഫോർവേഡ് ഫ്രം ദി പ്രീവിയസ് ഇയർ. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടിയിട്ടുള്ള സർപ്ലസ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ ഈ വർഷത്തെ നമ്മൾ ഈ വർഷത്തെ സർപ്ലസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. പ്രോഫിറ്റ് ഫോർ ദി വാല്യൂഷൻ പീരീഡ് എത്ര കിട്ടിയത്? 5,21,000. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ് നമുക്ക് കിട്ടിയ ടോട്ടൽ സർപ്ലസ് എത്രയാണ്? 13,71,000 നിന്ന് എന്ത് ചെയ്യണം? ലെസ് സർപ്ലസ് ടു ബി ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട സർപ്ലസ് 9,31,000 ആണ്. അപ്പോൾ പോളിസി ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിനും പോളിസി ഹോൾഡേഴ്സിനൊക്കെ ആയിട്ട് ഇനി 4,40,000 ഉണ്ട്. അതെങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? 1:10 എന്ന റേഷ്യോയിലാണ്. അപ്പോൾ 1:10 എന്ന റേഷ്യോയിൽ ഈ 4,40,000 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് 40,000, പോളിസി ഹോൾഡേഴ്സിന് 4 ലക്ഷം കിട്ടും. അപ്പോൾ 4 ലക്ഷത്തിൽ നിന്ന് ഇൻ്ററിം ബോണസ് കിട്ടിയത് എന്ത് ചെയ്യണമെന്നോ? ഇൻ്ററിം ബോണസ് കൊടുത്ത് എന്ത് ചെയ്യും? ലെസ് ചെയ്യും. അപ്പോൾ ബാക്കി ഇനി പോളിസി ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത് 2,52,000 ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യന് റവന്യൂ അക്കൗണ്ട് ഓഫ് LIC ഷോഡ് ലൈഫ് ഫണ്ട് 20 ലക്ഷം. അതിൻ്റെ ബാലൻസ് ഷീറ്റ് ഓഫ് ടോട്ടൽ എത്ര? ബാലൻസ് ഷീറ്റ് കാണിക്കുന്നത് 45 ലക്ഷം. 31st March 2017 ബിഫോർ ടേക്കിംഗ് ദി ഫോളോയിങ് ഇൻ ടു കൺസിഡറേഷൻ. അപ്പോൾ അതിൽ എ ക്ലെയിം ഓഫ് 10,000 വാസ് ഇനീഷ്യേറ്റഡ് ആൻഡ് അഡ്മിറ്റഡ് ബട്ട് നോട്ട് പെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ. പിന്നെ അതേപോലെ എ ക്ലെയിം ഓഫ് 6,000 ഔട്ട്സ്റ്റാൻഡിംഗ് ദ ബുക്ക് ഇൻ ദി ബുക്സ് ഓഫ് 8 years ഇസ് റിട്ടേൺ ബാക്ക്. അതേപോലെ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് അക്രൂഡ് 800 ബട്ട് നോട്ട് റിസീവ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ. ഇൻട്രസ്റ്റ് ഓൺ ബിൽഡിംഗ് ഒക്യുപ്പൈഡ് 2,000. അപ്പോൾ ഇതിൻ്റെയൊക്കെ ജേർണൽ എൻട്രീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലെയിം അക്കൗണ്ട് ടു ക്ലെയിം ഔട്ട്സ്റ്റാൻഡിങ് 10,000. അതേപോലെ ക്ലെയിം ഔട്ട്സ്റ്റാൻഡിങ് അക്കൗണ്ട് ടു ക്ലെയിം 6,000. ആ ക്ലെയിം റിട്ടേൺ ബാക്ക് ചെയ്തല്ലോ. പിന്നെ അതേപോലെ അക്രൂഡ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് അക്രൂഡ് ഇൻട്രസ്റ്റ് ബുക്കിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്തു. അപ്പോൾ 800. ഓക്കെ, ദെൻ റെൻറ്റ് ഓൺ ബിൽഡിംഗ് ഇസ് നോട്ട് എ ഫിനാൻഷ്യൽ ഐറ്റം. അത് എടുക്കില്ല, അത് സ്വന്തം ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് എടുക്കില്ല. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ 2010. 2010 നെറ്റ് പ്രോഫിറ്റ് 18 ലക്ഷമാണ്. അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ 2011 60 ലക്ഷം. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 2010 വരെ 20 ലക്ഷമാണ്. ഇനി ബോണസ് ഇഷ്യൂഡ് 1/10/2011 ഒരു ഷെയർ ഉള്ളവർക്ക് 2 ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് EPS ഫോർ ദി ഇയർ 2011 ആൻഡ് അഡ്ജസ്റ്റഡ് EPS ഫോർ ദി ഇയർ 2010. അപ്പോൾ നമുക്ക് ആദ്യം 2011 EPS കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ EPS എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് 2011 പ്രോഫിറ്റ് അവൈലബിൾ എത്രയാണ്? 60 ലാഖാണ്, 60 ലക്ഷമാണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് അല്ലേ? ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി. അപ്പോൾ 2010 വരെ 20 ലക്ഷം ഉണ്ട്. ഓക്കെ, 20 ലക്ഷം അവിടെ ഓൾറെഡി ഉണ്ട്. പ്ലസ് 2 ഷെയർ ഉള്ളവർക്ക് ഒരു ഷെയർ ഉള്ളവർക്ക് 2 എന്ത് ചെയ്തിട്ടുണ്ട്? ഇഷ്യൂ ചെയ്തിട്ടുണ്ട്.
മനസ്സിലായ? ഒരു ഷെയർ ഉള്ളവർക്ക് 2 ബോണസ് ഇഷ്യൂ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ 20 ലക്ഷം ഷെയർ ഉണ്ടെങ്കിൽ അവിടെ 40 ലക്ഷം ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകും. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ ഓൾറെഡി ഉള്ള 20 ലക്ഷം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, പ്ലസ് അതിൻ്റെ കൂടെ 40 ലക്ഷം ബോണസ് ഇഷ്യൂ ചെയ്തപ്പോൾ 40 ലക്ഷമായി. അപ്പോൾ നമുക്കിവിടെ ഈ EPS കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2011 EPS കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 60 ലക്ഷം 2015 പ്രോഫിറ്റ് ഡിവൈഡ് ബൈ 20 പ്ലസ് 40 ലക്ഷം, അപ്പോൾ എത്രയാണ് EPS 1 ഇനി 2010 അഡ്ജസ്റ്റഡ് EPS കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ നമ്മൾ 2010 നമ്മൾ അഡ്ജസ്റ്റഡ് EPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയാകും EPS എന്നുള്ളതാണ്. അപ്പോൾ 2010 ഏർണിങ്സ് എത്രയാണ്? 18 ലക്ഷമാണ്. അപ്പോൾ 18 ലക്ഷം ഡിവൈഡ് ബൈ 60 ലക്ഷം അല്ലേ? അങ്ങനെയാണെങ്കിൽ 2010 അഡ്ജസ്റ്റഡ് EPS 0.3 ആണ്. ക്ലിയർ? ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യന് വാട്ട് ഈസ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്? എന്താണ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്? ഡ്രോ എ ഫോർമാറ്റ് ഓഫ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. ദ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് ദി എക്സസ് ഓഫ് ലൈഫ് ഫണ്ട് ഓവർ നെറ്റ് ലാബിലിറ്റി ആസ് പെർ ആക്ച്വറിയൽ വാല്യുവേഷൻ ഈസ് നോൺ ആസ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്. അപ്പോൾ അത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫൈൻഡ് ഔട്ട് ദി എക്സസ് ലൈഫ് ഫണ്ട് കണ്ടെത്താൻ. അപ്പോൾ ആക്ച്വറിയൽ വാല്യുവേഷന് ശേഷം നെറ്റ് ലാബിലിറ്റിൻ്റെ മേലിൽ എത്ര ലൈഫ് ഫണ്ട് എക്സസ് ഉണ്ട് എന്നത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വാല്യുവേഷനാണ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്. അതിൻ്റെ ഫോർമാറ്റ് വളരെ സിമ്പിളാണ്. പലപ്പോഴും കുട്ടികൾ ചെയ്യാതെ പോകുന്നൊരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ ബാലൻസ് ഷീറ്റ് പ്രകാരം ഉള്ള ലൈഫ് ഫണ്ട് എത്രയാണ് അതെടുത്തത്, അതിൽ നിന്ന് നെറ്റ് ലാബിലിറ്റി ആസ് പെർ ആക്ച്വറിയൽ വാല്യുവേഷൻ. അപ്പോൾ അത് കുറച്ച് ഞാൻ കിട്ടുന്നതാണ് എന്ത് സർപ്ലസ്. നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് അതിൻ്റെ ഫോർമാറ്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Following figures have been obtained from the books of Rai Bank Limited for the year ended 31st March 2011. അപ്പോൾ ഫിഗേഴ്സ് ഒക്കെ 1000 തന്നിട്ടുള്ളത്. അപ്പോൾ ഇഷ്യൂഡ് ആൻഡ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ 1 lakh, ഇൻട്രസ്റ്റ് ഓൺ ഡിവിഡൻഡ് ഡിസ്കൗണ്ട് ഏൺഡ് 3800, കമ്മീഷൻ 195, ഇൻട്രസ്റ്റ് പെയ്ഡ് 2000, സാലറീസ് ആൻഡ് വേജസ് 210, ഡയറക്ടേഴ്സ് ഫീസ് 35, റെൻ്റ് ആൻഡ് ടാക്സ് 70, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം 61, പ്രോഫിറ്റ് സെയിൽ ഓഫ് ഇൻവെസ്റ്റേഴ്സ് 240, ഇൻവെസ്റ്റ്മെൻറ്റ് 240, ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 38, റെൻറ്റ് റിസീവ്ഡ് 62, ഡിപ്രിസിയേഷൻ 31, സ്റ്റേഷനറി 60, ഓഡിറ്റേഴ്സ് ഫീസ് 8. അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രകാരം എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിങ്ങൾക്ക് അറിയാം 4 ഷെഡ്യൂളാണ് ബാങ്കിങ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഫോർമാറ്റ് വരയ്ക്കാം. എന്നിട്ട് ഇൻകം ആദ്യം ഇൻട്രസ്റ്റ് ഏൺഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇൻട്രസ്റ്റ് ഏൺഡ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3800 അല്ലേ? ഇപ്പോൾ നോക്കുക, ഇൻട്രസ്റ്റ് ഏൺഡ് 3800. അപ്പോൾ അത് എഴുതി. അപ്പോൾ അതൊരു ഷെഡ്യൂൾ ആക്കിയിട്ട് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ ഷെഡ്യൂൾ എന്തായാലും വരക്കണം. അപ്പോൾ ഇവിടെ എടുത്ത് എഴുതി 3800. ദെൻ അതർ ഇൻകം ഏതൊക്കെയാണ്? അതർ ഇൻകം വരുന്നത് കമ്മീഷന് വരുന്നുണ്ട്, അതേപോലെ പ്രോഫിറ്റ് ഓർ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതിന് ലോസ് വന്നത് ലെസ് ചെയ്യാം. പിന്നെ മിസ്ലേനിയസ് റെൻറ്റ് റിസീവ്ഡ് ആയിട്ടുള്ളത് 62. അപ്പോൾ ഇതൊക്കെ കൂടി കൂട്ടുമ്പോൾ 459 എന്ത് വന്നിട്ടുള്ളത്? അതർ ഇൻകം ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതെടുത്ത് എഴുതി. ഇനി 14ാമത്തെ, അപ്പോൾ 13ഉം 14ഉം ഷെഡ്യൂൾസ് കഴിഞ്ഞ് 15ാമത്തെ ഷെഡ്യൂളാണ് ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡ്. അപ്പോൾ ഇൻട്രസ്റ്റ് എക്സ്പെൻഡഡിൽ ഇൻട്രസ്റ്റ് എത്രയാണ്? 2000 ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്ത ഇൻട്രസ്റ്റ്. അപ്പോൾ അതെടുത്ത് എഴുതി 2000 അല്ലേ? ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നെ ആയിട്ടാണ്. ഇതൊക്കെ ഫോർമാറ്റ് പഠിച്ചാൽ മതി. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നുള്ളൂ. ഇൻട്രസ്റ്റ് പെയ്ഡ് 2000. 16ാമത്തെ ഷെഡ്യൂളാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ഇതൊക്കെയാണ് വരുന്നത്: പേയ്മെൻറ്റ് ടു പ്രൊവിഷൻ ഫോർ എംപ്ലോയീസ്, റെൻറ്റ് ആൻഡ് ടാക്സ്, ലൈറ്റിംഗ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ഡിപ്രിസിയേഷൻ, ഓഡിറ്റേഴ്സ് ഫീസ്, ഡയറക്ടേഴ്സ് ഫീസ്, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം ഒക്കെ കൂടിയിട്ട് 475 രൂപ വരുന്നുണ്ട്. അപ്പോൾ 475 രൂപ നമ്മൾ എടുത്ത് എഴുതി. പിന്നെ പ്രൊവിഷൻ ആൻഡ് കണ്ടിജൻസീസ് 1192. അപ്പോൾ ഇതിവിടെ നമ്മളിത് ടോട്ടൽ ചെയ്തു. അതേപോലെ ഇൻകം അതേപോലെ എക്സ്പെൻസും കൂടെ ടോട്ടൽ ചെയ്തു. നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയത് 592. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഹെൻസ് ബാലൻസ് അല്ലേ? കഴിഞ്ഞ വർഷങ്ങളിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ബാലൻസ് 10,000 അപ്പോൾ 2 കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ ടോട്ടൽ വന്നിട്ടുള്ളത് 1592. പിന്നെ ഇതിൽ നിന്ന് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്സിലേക്ക് 25%, പ്രോഫിറ്റ് 25% എന്ന് പറയുമ്പോൾ 148 രൂപ, 592ൻ്റെ 25% റിസർവ്സിലേക്ക് മാറ്റി വയ്ക്കുന്നു. പിന്നെ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് ഷീറ്റിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ സിമ്പിളാണ്. ഷെഡ്യൂൾ പഠിക്കാം. മിനിമം ഷെഡ്യൂൾ പഠിച്ചിട്ട് ഇതൊക്കെ വരച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ 24 ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തു. ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ
എച്ച് ലിമിറ്റഡും എസ് ലിമിറ്റഡും ഉണ്ട്. അപ്പോൾ ഇവിടെ രണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. എച്ച് ലിമിറ്റഡ് അക്വേർഡ് എസ് ലിമിറ്റഡ് 31 ഡിസംബർ 2014 പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, നമ്മളിവിടെ ഇവിടെ 2000 ഷെയറാണ് എസ് ലിമിറ്റഡിൽ എച്ച് ലിമിറ്റഡ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടും അല്ലേ എസ് ലിമിറ്റഡിൻ്റെ ഷെയർ എത്രയാണ്? 20,000 ആണ്. ആ 20,000 ഷെയറും എച്ച് ലിമിറ്റഡ് എസ് ലിമിറ്റഡ് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇനി നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ അതിൻ്റെ മുന്നേ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? അതിൻ്റെ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യണം. മൊത്തം എത്ര രൂപക്കാണ് വാങ്ങിയിട്ടുള്ളത് നോക്കുക. 3 ലക്ഷത്തിനാണ് വാങ്ങിയിട്ടുള്ളത് അല്ലേ. 3 ലക്ഷത്തിന് എത്ര ഷെയറാണ് വാങ്ങിയിട്ടുള്ളത്? 20,000 ഷെയർ. അപ്പോൾ ഷെയറിൻ്റെ വാല്യൂ എത്രയാണ്? 10 രൂപയാണ് അല്ലേ. അപ്പോൾ 3 ലക്ഷം രൂപയാണ് നമുക്ക് എന്ത് ഷെയർ ക്യാപിറ്റൽ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് എത്രയാണ്? 2 ലക്ഷമാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എത്ര രൂപ ബാലൻസ് ഉണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 20,000 ഉണ്ട് അല്ലേ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 20,000, ജനറൽ റിസർവ്സിൽ 16,000. അപ്പോൾ ടോട്ടൽ 2,36,000 ഉണ്ട്. അപ്പോൾ 3 ലക്ഷം നമ്മൾ 3 ലക്ഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ നമുക്ക് കിട്ടിയത് വാല്യൂ എത്രയാണ്? ഷെയറിൻ്റെ ഫേസ് വാല്യൂവും അതേപോലെ പ്രോഫിറ്റ് റിസർവ്സ് ഒക്കെ കൂടിയിട്ട് 2,36,000 ആണ്. അപ്പോൾ 64,000 നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഗുഡ് വിൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ 64,000 ഗുഡ് വില്ല്. ഓക്കെ, ഇവിടെ NCI നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഒന്നും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനില്ല. അപ്പോൾ ഇവിടെ ഷെയർ ക്യാപിറ്റൽ 40,000. എങ്ങനെ 40,000 കിട്ടിയത്? ഇക്വിറ്റി ഷെയർസ് എത്രയാണ്? 40,000 ആണ്. ജനറൽ റിസർവ്സ് ഇതിൻ്റെ ജനറൽ റിസർവ്സ് നോക്കാം 40,000 അല്ലേ, 4 ലക്ഷം. അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ ജനറൽ റിസർവ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ലക്ഷം അതിൻ്റെ കൂടെ ജനറൽ റിസർവ്സും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കൂട്ടി. അപ്പോൾ എത്ര കിട്ടി? ഷെയർ ക്യാപിറ്റൽ 4 ലക്ഷം തന്നെയാണ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് രണ്ടും കൂടി കൂട്ടി. എച്ച് ലിമിറ്റിൻ്റെ രണ്ടും കൂടി കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. കണ്ട ഇവിടെ ഷെയർ ക്യാപിറ്റൽ 4 ലക്ഷം, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എച്ച് ലിമിറ്റിൽ 80,000, അതേപോലെ ഇതിൽ ജനറൽ റിസർവ്സിൽ 40,000. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 1,20,000. ഓക്കെ, പിന്നെ കറണ്ട് ലാബിലിറ്റി രണ്ടിൻ്റെയും കൂടി ആഡ് ചെയ്യണം. എച്ച് ലിമിറ്റിൻ്റെ എസ് ലിമിറ്റിൻ്റെ കൂടി ആഡ് ചെയ്തു. പിന്നെ ഫിക്സ്ഡ് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ് എച്ചിൻ്റെയും എസിൻ്റെയും കൂടി ആഡ് ചെയ്തു. ഇൻടാഞ്ചിബിൾ അസറ്റ് ആകെ ഗുഡ് വില്ല് മാത്രമേ ഉള്ളൂ, 64,000 ആണ്. പിന്നെ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതിലാകെ എന്ത് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി? ഗുഡ് വില്ല് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഗുഡ് വില്ല് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അതുപോലെ 26ാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ റവന്യൂ അക്കൗണ്ട് ഓഫ് സേഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം ഇൻഷുറൻസ് കമ്പനിയുടെ. അപ്പോൾ താഴെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഷെഡ്യൂൾസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഇത് സംഭവം ഇതിലൊന്നുമില്ല. അതിൻ്റെ ഫോമാറ്റ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഷെഡ്യൂൾസ്, ഒന്നാമത്തെ ഷെഡ്യൂൾ പ്രീമിയം. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് പ്രീമിയം? ഫസ്റ്റ് ഇയർ പ്രീമിയം, അതേപോലെ കമ്മീഷൻ എക്സ്പെൻഡഡ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ബെനിഫിറ്റ് പെയ്ഡ്. ഓക്കെ, അപ്പോൾ ഈ 4 ഷെഡ്യൂൾസ് വരയ്ക്കുക. ഞാൻ ഓരോന്നായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ റവന്യൂ അക്കൗണ്ടിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടന്നില്ല, ലെങ്തി ആകും എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ എൻട്രീസ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ ഇൻ സിങ്കിങ് ഫണ്ട് മെത്തേഡ്. അപ്പോൾ തിയറിയാണ്, അതിൻ്റെ ജേണൽ എൻട്രീസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കാം, ജേണൽ എൻട്രീസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് ഇയറിൽ നമ്മൾ ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ നിന്ന് സിങ്കിങ് ഫണ്ടിലേക്ക് ഒരു ഫണ്ട് മാറ്റി വെക്കുന്നു. ഓക്കെ, ഈ ഫണ്ട് മാറ്റി വെച്ച് നമ്മൾ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ബാങ്ക്. ഇനി അപ്പോൾ അത് ഫസ്റ്റ് ഇയറിൽ അല്ലേ. ഇനി അറ്റ് ദി എൻഡ് ഓഫ് ദി സെക്കൻഡ് ഇയർ, അല്ലെങ്കിൽ ഇനി ഫസ്റ്റ് ഇയറിൻ്റെ എൻഡിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തത്. ഇനി സെക്കൻഡ് ഇയറിൻ്റെ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇൻട്രസ്റ്റ് കിട്ടുന്നു. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇയറിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ എന്താണ്? ബാങ്ക് അക്കൗണ്ട് ഇട്ടു ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് സിങ്കിങ് ഫണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു എമൗണ്ട് മാറ്റി വെക്കുന്നു. എന്നിട്ട് അത് സിങ്കിങ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ഇയറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫസ്റ്റ് ഇയറിൽ അതേപോലെ ഇനി ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഇയറിൻ്റെ എൻഡ് ആകുമ്പോൾ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ എത്രയാണോ അതാകുമ്പോൾ ആ ഓരോ വർഷത്തിൻ്റെ എൻഡിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇട്ടിട്ട് ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് അല്ലേ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ഇൻട്രസ്റ്റ് കിട്ടിയതാണത്. ഇനി ഈ ഇൻട്രസ്റ്റ് നമ്മൾ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു സിങ്കിങ് ഫണ്ട്. ഇനി ഒരു വർഷത്തെ എമൗണ്ട് നമ്മൾ മാറ്റി വയ്ക്കുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടു സിങ്കിങ് ഫണ്ട്. ഇനി ഇത് ഒക്കെ കൂടിയിട്ട് ഈ ഇൻസ്റ്റാൾമെൻറ്റും ഇൻട്രസ്റ്റും കൂടിയിട്ട് നമ്മൾ വീണ്ടും ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്.
ഓക്കെ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എത്രയാണോ ആ മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയറിൽ നമ്മൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. അല്ലെങ്കിൽ അത് മെച്യൂരിറ്റി പീരീഡിൻ്റെ സമയത്ത് നമ്മളത് വിൽക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ടു സിംഗിൾ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വിൽക്കുകയാണ്. ഓക്കെ. ഇനി പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ടു സിംഗിൾ ഫണ്ട് അക്കൗണ്ട്, അതേപോലെ ലോസ് ആണെങ്കിൽ ലോസിൻ്റെ എൻട്രി ചെയ്താൽ. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എമൗണ്ട് ഡ്യൂ ആവുകയാണ്. ഡ്യൂ ആകുമ്പോൾ ഡിബഞ്ചർ അക്കൗണ്ട് അപ് ടു പ്രീമിയം ആണെങ്കിൽ പ്രീമിയം ടു ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. ഇനി എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ജനറൽ റിസർവ്സിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ സിംഗിൾ ഫണ്ട് അക്കൗണ്ട് ടു ജനറൽ റിസർവ്സ്. ഓക്കെ. അപ്പോൾ തിയറിയാണ് ഇത് ചോദിക്കുക. അപ്പോൾ ആ ഒരു ഇതിൻ്റെ കൺസെപ്റ്റ് ഉണ്ട്. അതിൻ്റെ ക്ലാസ് ഞാൻ ഓൾറെഡി തന്നിട്ടുള്ളതിനാണ്. കൂടുതലായിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ അത് ഡിസ്കസ് ചെയ്യാൻ പറ്റാത്തത് അതിൻ്റെ ടൈമിൻ്റെ ലെങ്തി ആവുന്നത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. എന്തായാലും എക്സാമാണ് ഈ വരാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതിനാണ്. അപ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എത്രത്തോളം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.